Dear students, good morning to all. Let me welcome you all to the presentation of Plus One Business Studies class. Our total chapters in Business Studies divided into two parts. First part deals with the foundation of business, and second part consists of corporate organization, finance and trade. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബിസിനസ് സ്റ്റഡീസിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ചാപ്റ്റേഴ്സ് അധ്യായങ്ങളാണ്. ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബിസിനസ് സ്റ്റഡീസിന്റെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബിസിനസ് സ്റ്റഡീസിന്റെ അടിത്തറയെ കുറിച്ചാണ്. ബിസിനസിന്റെ അടിത്തറയെ കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കോർപ്പറേറ്റ് ഓർഗനൈസേഷന്റെ രൂപീകരണത്തെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ പഠിക്കാനായിട്ടുള്ളത്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ അധ്യായത്തിലെ വ്യാപാരം, കച്ചവടം, വാണിജ്യത്തെ കുറിച്ചാണ്. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സും നാച്ചർ, പർപ്പസ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ബിസിനസ്സും. നമുക്ക് ആദ്യത്തെ അധ്യായത്തിൽ പഠിക്കാനായിട്ടുള്ളത് പ്രാചീന ഭാരതത്തിലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വ്യാപാരവും കച്ചവടത്തിന്റെ ചരിത്രത്തെ കുറിച്ചും, അതുകൂടാതെ രണ്ടാമത്തെ ഭാഗത്തില് ഫസ്റ്റ് അധ്യായത്തിൽ തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ബിസിനസിന്റെ സ്വഭാവം, അതിന്റെ ലക്ഷ്യം, അതുപോലെ തന്നെ അതിന്റെ ആശയത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. We are going to discuss today the first chapter, business, trade and commerce. In this chapter, we deal with the history of trade and commerce in ancient India and also the concept and nature and purpose of business. നമ്മൾ ഈ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നാണ്. വ്യാപാരം, കച്ചവടം, വാണിജ്യം. നമ്മളതിൽ പഠിക്കാനായിട്ട് പോകുന്നത് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ, പ്രാചീന കാലത്തെ കച്ചവടത്തിന്റെയും വാണിജ്യത്തിന്റെയും ചരിത്രത്തെ കുറിച്ചും, കൂടാതെ കൺസെപ്റ്റ് ആൻഡ് നാച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്, ഒരു ബിസിനസിന്റെ ആശയത്തെ കുറിച്ചും അതിന്റെ സ്വഭാവത്തെ കുറിച്ചും അതിന്റെ ആവശ്യകതയെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. What is meant by business studies? Yes, it is a study of business. ബിസിനസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ വ്യാപാരത്തെ കുറിച്ചുള്ള ഒരു പഠനത്തിനെയാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയാം. Then what is business? Yes, business is an occupation in which people regularly engage in activities related to purchase, production or sale of goods and services with a view to earning profit. Business എന്ന് പറയുന്നത് ഒരു occupation ആണ്, ഒരു ജോലിയാണ്. അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നു? റെഗുലർലി, തുടർച്ചയായി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അത് പർച്ചേസ് ആവാം, വാങ്ങലാവാം, പ്രൊഡക്ഷൻ ആവാം, നിർമ്മാണമാവാം, ഓർ സെയിൽ, വിൽക്കലാവാം. എന്തിന്റെ? ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും. അപ്പൊ സാധനങ്ങളും സേവനങ്ങളും തുടർച്ചയായി വാങ്ങുകയോ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നു. വിത്ത് എ വ്യൂ ടു ഏർണിംഗ് പ്രോഫിറ്റ്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബിസിനസ്. ഇപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, ഒരു കാറ് വാങ്ങുകയാണ് നമ്മള്, നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യത്തിന് നമ്മളൊരു കാറ് വാങ്ങുന്നു. അത് ബിസിനസ് ആണോ? ഒരിക്കലുമല്ല. കാരണം എന്താണ്? ബിസിനസ് എന്ന് പറയുന്നത് ഒരു റെഗുലർ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു കാറ് വാങ്ങുന്നു. അത് എന്താണ്? ഒരു സിംഗിൾ ആക്ടിവിറ്റി ആണ്. നമ്മൾ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിസിനസ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിരിക്കണം, റെഗുലർ എൻഗേജ് ഇൻ ആക്ടിവിറ്റി ആയിരിക്കണം. അപ്പൊ ഒരു വ്യക്തി ഒരു കാറ് വാങ്ങുന്നത്, ചില വ്യക്തികൾ ബിസിനസ് സംബന്ധമായിട്ട് എന്ത് ചെയ്യും? കാറുകൾ വാങ്ങും, അല്ലെ? അത് വീണ്ടും വിൽക്കും, പിന്നെയും അത് വാങ്ങും. അങ്ങനെ അത് റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, പർച്ചേസും അല്ലെങ്കിൽ സെയിലോ പ്രൊഡക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ റെഗുലർ ആയി ചെയ്ത് അദ്ദേഹത്തിന് ലാഭം കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ബിസിനസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും കൊമേഴ്സ്? അല്ലെ, നമ്മളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആന്ന് പറയുന്നു, അല്ലെ? കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വാണിജ്യം. എന്താണ് കൊമേഴ്സ്? All those activities which are necessary for facilitating the exchange of goods and services. കൊമേഴ്സ് എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്? which are necessary for facilitating exchange of goods and services. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിന്
നമുക്ക് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ബിസിനസിനെ സഹായിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നമുക്ക് കൊമേഴ്സ് എന്ന് പറയാം. ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ് എന്നും പറയാം. ട്രേഡ് കച്ചവടവും അതിനോട് ബന്ധപ്പെട്ട അതിനെ സഹായിക്കുന്ന ഘടകങ്ങളെയും സേവനങ്ങളെയും നമുക്ക് കൊമേഴ്സ് എന്ന് പേരിട്ട് വിളിക്കാം. ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഫെസിലിറ്റി ആവശ്യമുണ്ട്. ഇതൊക്കെ എന്താണ്? സർവീസസ് ആണ്. ഇതൊക്കെ നമുക്ക് എന്താവശ്യമാണ്? ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെയുള്ള സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. അതിന് പറയുന്ന പേരാണ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് എന്താണ്? കൊമേഴ്സ് എന്ന് പറയുന്നത്. ഈ കാര്യത്തിലൊക്കെ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരുന്നത് ഈ കൊമേഴ്സ് എന്നുള്ള പേരിലാണ്. Then what is a trade? Trade എന്ന് പറയുന്നത് എന്താണ്? Simply buying and selling. അതിനെ പറയുന്നതാണ് കച്ചവടം അഥവാ ട്രേഡ് എന്ന് പറയുന്നത്. Let us see the history of trade and commerce. Trade and commerce have played a vital role in making India as a major actor in the economic world in ancient times. പ്രാചീന കാലം മുതൽക്ക് തന്നെ ട്രേഡ്, കച്ചവടമായാലും വാണിജ്യമായാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. Commercial cities like Harappa and Mohenjo-daro were some examples for the business development of ancient India. BC 3-ാം സഹസ്രാബ്ദത്തിൽ സ്ഥാപിച്ച പുരാതന ഇന്ത്യൻ നഗരങ്ങളാണ് ഹാരപ്പയും മോഹൻജോദാരോയും. ഈ രണ്ട് നഗരങ്ങളും വലിയ ഒരു ഉദാഹരണങ്ങളാണ്. നമ്മുടെ ബിസിനസിന്റെ ഡെവലപ്മെന്റിന്റെ വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് ഹാരപ്പയും മോഹൻജോദാരോയും. These civilizations had established commercial connections with Mesopotamia and traded in gold, silver, copper, gemstones, beads, pearls, seashells, etc. മെസപ്പൊട്ടോമിയയുമായുള്ള വാണിജ്യബന്ധം സ്വർണം, വെള്ളി, ചെമ്പ്, രത്നങ്ങൾ, മുത്തുകൾ, കളിമൺ പാത്രങ്ങൾ മുതലായവയുടെ വ്യാപാരത്തിലേക്ക് വഴിതെളിയിച്ചു. There are different types of coins and weighing practices during that time. പലതരത്തിലുള്ള നാണയങ്ങളും അതുപോലെ തന്നെ അളവ് തൂക്ക സമ്പ്രദായങ്ങളും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണയങ്ങളും അളവ് തൂക്ക സമ്പ്രദായങ്ങളുമായിരുന്നു. പിന്നീട് ഇന്ത്യൻ ബിസിനസിന്റെ അല്ലെങ്കിൽ വ്യാപാരത്തിന്റെ വളർച്ച, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച കൊണ്ട് പൊതുവായിട്ടുള്ള നാണയ വ്യവസ്ഥകളും അളവ് തൂക്ക സമ്പ്രദായങ്ങളും നിലവിൽ വന്നു. Let us go through the indigenous banking system. പ്രാചീന കാലത്ത് നിലവിലുണ്ടായിരുന്ന പ്രാദേശിക ബാങ്കിംഗ് സംവിധാനത്തിന് വളരെയധികം പങ്ക് കച്ചവടത്തിലും വാണിജ്യത്തിലുമുണ്ട്. As economic life progress, സാമ്പത്തികമായിട്ടുള്ള ജീവിത രീതി മുൻപോട്ട് പോകെയിരിക്കെ metallic money had been introduced, which in turn accelerate the economic activities. Metallic money introduce ചെയ്തു. അതിന്റെ തൽഫലമായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വലിയ വിധത്തിലുള്ള ഒരു വർധനവ് ഉണ്ടായി. Documents such as hundi and chitti were in use for carrying out transaction which money passed from hand to hand. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി പ്രമാണങ്ങളായ ഹുണ്ടിയും ചിട്ടിയും അവിടെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ പ്രാചീനമായിട്ടുള്ള കാലത്തെ പ്രാദേശിക ബാങ്കിംഗ് സിസ്റ്റത്തിന് ഒരു വലിയ പങ്ക് വാണിജ്യത്തിലും കച്ചവടത്തിലും വഹിക്കാനായിട്ട് കഴിഞ്ഞു. മെറ്റാലിക് മണി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. തൽഫലമായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് അല്ലെങ്കിൽ ഒരു ആക്സലറേഷൻ, ഒരു ആക്കം കൂട്ടാനായിട്ട് നമുക്ക് സാധിച്ചു. ആ സമയത്ത് വന്നിട്ടുള്ള പ്രമാണങ്ങളായിരുന്നു ഹുണ്ടികയും ചിട്ടികയും. നിക്ഷേപ പത്രിക എന്ന പേരിൽ വന്നിട്ടുള്ള ഹുണ്ടിക അതുപോലെ തന്നെ ചിട്ടി എന്ന് പറയുന്ന ഈ രണ്ട് പ്രമാണങ്ങളും അന്നത്തെ കാലത്ത് പണത്തിന്റെ വിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഹുണ്ടിക എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഹുണ്ടി is an instrument of exchange. It involves a contract which warrants the payment of money, the promise or order which is unconditional and capable of change through transfer by valid negotiation. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു നിക്ഷേപ പത്രികയായിരുന്നു ഹുണ്ടിക എന്ന് പറയുന്നത്. പ്രാദേശിക ബാങ്കിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരുന്ന ഈ കോൺട്രാക്ട് അനുസരിച്ച് നമുക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിന് ഒരു വിശ്വാസം, മറ്റൊരാൾക്ക് പണം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സാധനം വാങ്ങി പകരം നമ്മൾ കൊടുത്തിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിരുന്നു എന്ത്? ഹുണ്ടിക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന ഒരു പ്രമാണത്തിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ സാധനങ്ങൾക്ക് ഫലമായി നമ്മൾ ഇത്രയും ദിവസത്തിനുള്ളിൽ നമ്മൾ പൈസ കൊടുക്കാമെന്നൊരു ഉറപ്പാണ് ഈ ഹുണ്ടികയിലൂടെ കൊടുത്തിരുന്നത്.
Indigenous banking system played a prominent role in lending money and financing the domestic and foreign trade with the currency and letter of credit. പ്രാദേശിക ബാങ്കിംഗ് സംവിധാനത്തിന് വളരെ വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിച്ചു. അതായത് നമ്മൾ പണം കടം കൊടുക്കുന്നതിലും ആഭ്യന്തരവും വിദേശപരമായിട്ടുള്ള നാണ്യവ്യവസ്ഥകളിലും വലിയൊരു പങ്ക് പ്രാദേശിക ബാങ്കിംഗ് സിസ്റ്റത്തിന് ഉണ്ട്. With the development of banking, people began to deposit precious metals with the lending individuals functioning such as banks and CERT. ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ വളർച്ച വന്നതോടുകൂടി ജനങ്ങള് പ്രഷ്യസ് മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് വാങ്ങി വെക്കുന്നവരെ ബാങ്കുകളെന്നും സേത്തുകളെന്നും അറിയപ്പെട്ടു. ഇങ്ങനെയുള്ള പ്രഷ്യസ് മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അത് വാങ്ങി വെക്കുന്നവരെ ബാങ്കുകളെന്നും സേത്തുകളെന്നും അറിയപ്പെട്ടു. Let us see the hundi practiced by Indian merchant communities. Name of hundi category function. ആദ്യത്തെ ഹുണ്ടികയുടെ പേരാണ് ധനിജോഗ. പ്രധാന വർഗീകരണത്തിൽ വരുന്നത് ദർശനി എന്ന് പറയുന്ന ഒരു വർഗീകരണത്തിലാണ് വരുന്നത്. പേബിൾ ടു എനി പേഴ്സൺ, നോ ലയബിലിറ്റി ഓർ ഹു റിസീവ്ഡ് ദ പേയ്മെന്റ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഹുണ്ടികയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു വ്യക്തിക്കും നൽകാവുന്നതാണ്, പണം സ്വീകരിക്കുന്ന ആൾക്ക് യാതൊരു ബാധ്യതയും ഇല്ല. അതാണ് ധനിജോഗ്. അടുത്തതാണ് സഹജോഗ്. ദർശനി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. Payable to a specific person, someone respectable, liability over who received the payment. ബഹുമാന്യനായ ഒരു നിശ്ചിത വ്യക്തിക്ക് നൽകാവുന്നതും പണം സ്വീകരിക്കുന്ന ആൾക്ക് ആണ് ബാധ്യത ഉണ്ടാവുന്നതും. അതാണ് സഹജോഗ് എന്ന് പറയുന്നത്. Then firman joga, payable to order. ആർക്കാണോ നൽകാൻ ആവശ്യപ്പെടുന്നത് അയാൾക്ക് മാത്രം നൽകാവുന്ന ഒരു ഹുണ്ടിയാണ് ഫിർമാൻ ജോഗ്. ദിക്കൻഹാറും ദർശനയിൽ വരുന്നത് തന്നെയാണ്. ഹാജരാക്കുന്ന, പേബിൾ ടു പ്രസന്റഡ് ഓർ ബെയറർ. ഹാജരാക്കുന്ന വ്യക്തിക്കോ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിക്കോ നൽകാവുന്നതാണ് ദക്കൻ ഹാർ എന്ന് പറയുന്നത്. ഇങ്ങനെ 4 തരത്തിലുള്ള ഹുണ്ടിയാണ് ദർശനയില് വരുന്നത്. അടുത്തതാണ് ധനിജോഗ്. Payable to any person, no liability over who received the payment, but payment over a fixed term. ഏതൊരു വ്യക്തിക്കും നമുക്ക് നൽകാനായിട്ട് സാധിക്കും. പണം സ്വീകരിച്ചയാൾക്ക് യാതൊരു ബാധ്യതയുമില്ല, എന്നാൽ പണം അടയ്ക്കുന്നതിന് ഒരു നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കും. അതാണ് ധനിജോഗ്. ഫിർമാൻ ജോഗ് മുദ്ദതി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരിക. മുദ്ദതി ആർക്കാണോ payable to order following a fixed term. ആർക്കാണോ നൽകാൻ ആവശ്യപ്പെടുന്നത് ആ ആൾക്ക് മാത്രം നൽകണം ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം. ഓക്കെ, ആർക്കാണോ നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് നൽകാം. ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മാത്രമാണ് അവർക്ക് നൽകാൻ സാധിക്കുക. Then അടുത്തതാണ് ജോക്മി മുദ്ദതിയിൽ തന്നെ വരുന്നതാണ്. Drawn against dispatched go. If goods lost in transit, the drawer or holder bears the cost and the drawee carries no liability. അയച്ച സാധനങ്ങളുടെ വിലയനുസരിച്ച് തയ്യാറാക്കുന്ന ഹുണ്ടി. മാർഗമധ്യേ സാധനങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഹുണ്ടി എഴുതിയയാളോ സാധനങ്ങൾ കൈവശമുള്ളയാളോ നഷ്ടം വഹിക്കണം. ആരുടെ മേലാണോ ഹുണ്ടി തയ്യാറാക്കുന്നത് അയാൾക്ക് യാതൊരു ബാധ്യതയും ഉണ്ടാവുകയില്ല. അതാണ് drawn against dispatched go. If goods lost in transit, the drawer or holder bears the cost of the drawee carries no liability. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഹുണ്ടീസ് പ്രാക്ടീസ് ബൈ ഇന്ത്യൻ മെർച്ചന്റ് കമ്മ്യൂണിറ്റി. ഇന്ത്യൻ മെർച്ചന്റ് കമ്മ്യൂണിറ്റിയിലെ ഹുണ്ടികളുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഓർത്തു വെക്കുക. റൈസിംഗ് ഇന്റർമീഡിയറീസ്. ഇടനിലക്കാരുടെ ആവിർഭാവം. Intermediaries played an important role in the promotion of foreign trade. ഇടനിലക്കാർക്ക് വളരെ അധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു പങ്ക് ഇന്നത്തെ കച്ചവടത്തിലുണ്ട്. They helped the producers. Producersനെ, നിർമ്മാതാക്കളെ അവർ സഹായിക്കുകയും എസ്പെഷ്യലി ഇൻ ഫോറിൻ ട്രേഡ്, വിദേശ കച്ചവടത്തിലെ നിർമ്മാതാക്കളെ സഹായിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. They consist of commission agent, brokers, distributors for wholesales and retail of goods. മൊത്ത വ്യാപാരത്തിലും ചില്ലറ വ്യാപാരത്തിന്റെ കച്ചവടത്തിലും കമ്മീഷൻ ഏജന്റുകളായും ബ്രോക്കേഴ്സ് ആയാലും വിതരണക്കാരായും അവര് പ്രവർത്തിക്കാറുണ്ട്. ട്രാൻസ്പോർട്ട്, ഗതാഗതം. ലാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വെർ പോപ്പുലർ ഇൻ ആൻഷ്യന്റ് ടൈംസ്. പ്രാചീന കാലം മുതൽക്ക് തന്നെ കരഗതാഗതത്തിനും ജലഗതാഗതത്തിനും വളരെയധികം പ്രാധാന്യം
വാണിജ്യത്തിൽ ഉണ്ടായിരുന്നു. Road as a means of transportation had assumed a key importance in the process of growth, especially in inland trade. Example, the northern trade route from Bengal to Takshashila. നമുക്കറിയാം കരമാർഗത്തിനും ജലമാർഗത്തിനും അത് മുഖേനയുള്ള ഗതാഗതം അന്താരാഷ്ട്ര വ്യാപാരത്തെ സുഗമമാക്കി. റോഡുകളുടെ സങ്കീർണമായിട്ടുള്ള ശൃംഖല ഉൾനാടൻ വ്യാപാരത്തിന് സഹായകമായി. വടക്കൻ റോഡ് മാർഗം നമ്മളോട് പറഞ്ഞു, ദ നോർത്തേൺ ട്രേഡ് റൂട്ട് ഫ്രം ബംഗാൾ ടു തക്ഷശില. വടക്കൻ റോഡ് മാർഗം തുടക്കത്തിൽ ബംഗാൾ മുതൽ തക്ഷശില വരെ നീണ്ടു കിടക്കുന്നതായിരുന്നു. അന്നത്തെ കാലത്ത് വ്യോമമാർഗം ഇല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി ഏതിനായിരുന്നു? ഈ കരഗതാഗതത്തിനും ജലഗതാഗതത്തിനും ആയിരുന്നു. Calicut was also important market for Chinese to acquire items like frankincense, pepper, pearls, cotton, etc. കോഴിക്കോട് ചൈനക്കാരെ പോലും ആകർഷിച്ച ഒരു തിരക്കേറിയ ഒരു ബിസിനസ് കേന്ദ്രമായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സുഗന്ധതൈലങ്ങളും കുന്തിരിക്കവും ഇന്ത്യയിൽ നിന്നുള്ള കുരുമുളകും വൈരക്കല്ലുകളും പരുത്തിയുമാണ് അവരെ കൂടുതൽ ആകർഷിച്ചത്. പുലിക്കറ്റ് ഓൺ കോറമണ്ടൽ കോസ്റ്റ്, തമിഴ്നാട് വാസ് എ മേജർ പോർട്ട് ഇൻ 17th century. 17ാം നൂറ്റാണ്ടിലെ ഒരു പ്രമുഖ തുറമുഖമായിരുന്നു കോറമാണ്ടൽ തീരത്തെ പുലിക്കറ്റ്. Textiles were principal export item from Pulicat to Southeast Asia. ഇവിടെ നിന്നും തെക്കു കിഴക്കൻ ഏഷ്യയിലേക്ക് തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. Let us familiarize the trading communities in ancient India. പ്രാചീന കാലത്തെ വ്യാപാരി സമൂഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പഞ്ചാനി ആൻഡ് മുൾട്ടാനി ട്രേഡേഴ്സ് ഇൻ നോർത്തേൺ റീജിയൻ. ഇന്ത്യയുടെ വടക്ക് മേഖലയിൽ കാണപ്പെടുന്ന പഞ്ചാബി ആൻഡ് മുൾട്ടാനി ട്രേഡേഴ്സ്. ഇൻ ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. ഗുജറാത്തിലും രാജസ്ഥാനുമായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു വ്യാപാരി സമൂഹമായിരുന്നു ബാട്ട് ട്രേഡേഴ്സ്. ഇൻ വെസ്റ്റേൺ ഇന്ത്യ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കണ്ടുവരുന്ന മറ്റൊരു വ്യാപാരി സമൂഹമായിരുന്നു മഹാജൻ ട്രേഡേഴ്സ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഇൻ സൗത്ത് ഇന്ത്യ ചാട്ട് ട്രേഡേഴ്സ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് കണ്ടുവരുന്ന മറ്റൊരു വ്യാപാരി സമൂഹമായിരുന്നു ചാട്ട് ട്രേഡേഴ്സ്. ഇങ്ങനെ ഓരോ മേഖലകളിലും ഓരോ തരത്തിലുള്ള വ്യാപാരി സമൂഹങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇവരുടെ വ്യാപാരങ്ങള് ഇന്ത്യയിൽ കൂടുതൽ വ്യാപാരം ശക്തമാക്കാനും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ട് നയിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. Next, we are going to discuss about merchant corporation. They were autonomous corporation guilds formed to protect the interest of the traders. Merchant corporation അഥവാ വ്യാപാരി സംഘടനകള് സ്വയംഭരണ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളായി രൂപീകരിച്ചുകൊണ്ട് ട്രേഡേഴ്സിന്റെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള വ്യാപാരി സംഘടനകള് രൂപീകരിച്ചിട്ടുള്ളത്. These corporations were organized on formal basis and framed their own rules and code of conduct. ഇങ്ങനെയുള്ള വ്യാപാരി സംഘടനകൾക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും അവർ തയ്യാറാക്കിക്കൊണ്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടന ആയിരുന്നു ഇങ്ങനെയുള്ള വ്യാപാരി സംഘടനകള്. പലപ്പോഴും രാജാക്കന്മാർക്ക് പോലും അവരുടെ തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഈ സംഘടനയിലെ പേരിൽ. അത്രയും ശക്തമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു ഈ വ്യാപാരി സംഘടനകൾക്ക് ഉണ്ടായിരുന്നത്. മേജർ ട്രേഡ് സെന്റേഴ്സ് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണിത്. പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളെ കുറിച്ച് നമുക്കറിയാം. പലതരത്തിലുള്ള വ്യാപാര കേന്ദ്രങ്ങൾ അന്നത്തെ കാലത്തില് നിലനിന്നിരുന്നു. ആ വ്യാപാര കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെയാണ് പാടലിപുത്ര. നമുക്ക് നോക്കാം. പാറ്റ്ന എന്നറിയപ്പെടുന്ന പാറ്റ്ന ഇൻ ബിഹാർ ടുഡേ. ബീഹാറിലെ പാറ്റ്ന എന്നറിയപ്പെടുന്ന പാടലിപുത്ര. കൊമേഴ്ഷ്യൽ ടൗൺ ആൻഡ് മേജർ സെന്റർ ഫോർ എക്സ്പോർട്ട് ഓഫ് സ്റ്റോൺസ്. രത്നക്കലയുടെ കയറ്റുമതിക്ക് അറിയപ്പെടുന്ന ഒരു വാണിജ്യ പട്ടണമായിരുന്നു പാറ്റ്ന ഓർ പാടലിപുത്ര ഇൻ ബീഹാർ. 2. പെഷ്വാർ സിറ്റി ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഒരു സിറ്റിയാണ് പെഷ്വാർ. വെരി പോപ്പുലർ ഫോർ എക്സ്പോർട്ട് ഓഫ് wool ആൻഡ് ഫോർ ഇമ്പോർട്ട് ഓഫ് horses. Major transaction between India, China, Rome in the 1st century. കമ്പിളി കയറ്റുമതി കേന്ദ്രമായിരുന്നു. കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നു. ചൈനയും റോമുമായുള്ള ഒരു വ്യാപാര ബന്ധവും അവിടെ ഉണ്ടായിരുന്നു. Third one, Takshila or Takshashila. City in Pakistan and also called Takshashila. പാകിസ്ഥാനിലുള്ള ഒരു സിറ്റിയാണ് തക്ഷശില എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. Popularly known as the city of financial and commercial bank.
സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടുള്ള ബാങ്കുകളുടെ ഒരു സിറ്റി എന്ന് വിളിക്കുന്നതും ഈ തക്ഷശിലയാണ്. കൂടാതെ ഇന്ത്യക്കും മധ്യേഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കരമാർഗം കൂടിയാണ് തക്ഷശില. ബുദ്ധമത വിജ്ഞാന കേന്ദ്രം കൂടിയാണ് തക്ഷശില. ബുദ്ധമത വിജ്ഞാന കേന്ദ്രം കൂടിയാണ് തക്ഷശില. Indraprastha, located in the region of present day of New Delhi. It was a commercial junction where most routes leading the coast, east, west, south and north coverage were joined. Indraprastha എന്നത് located in the region of present day of New Delhi. ന്യൂഡൽഹിയിലാണ് ഇന്ദ്രപ്രസ്ഥ ഉള്ളത്. ഇറ്റ് വാസ് എ കൊമേഴ്ഷ്യൽ ജംഗ്ഷൻ, ഒരു വാണിജ്യപരമായിട്ടുള്ള ഒരു സംഗമ സ്ഥാനമാണ്. വെർ മോസ്റ്റ് റൂട്ട്സ്, എല്ലാ തരത്തിലുള്ള റൂട്ടുകളായാലും, അതായത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് പ്രദേശങ്ങളുടെയും ഒരു ഗതാഗത മാർഗങ്ങളുടെയും ഒരു സംഗമ സ്ഥാനം കൂടിയാണ് ഇന്ദ്രപ്രസ്ഥ. ഫിഫ്ത് വൺ, മധുര, സിറ്റി ഇൻ UP. യുടെ ഒരു സിറ്റിയാണ് മധുര. ഇറ്റ് വാസ് എൻ എംപോറിയം ഓഫ് ട്രേഡ്. വാണിജ്യത്തിന്റെ ഒരു നഗരം തന്നെയാണ്, കച്ചവട നഗരം എന്ന പേരിൽ തന്നെയാണ് മധുരനെ അറിയപ്പെട്ടിരുന്നത്. മെനി റൂട്ട്സ് ഫ്രോം സൗത്ത് ഇന്ത്യ ടച്ച്ഡ് മധുര ആൻഡ് ഭറൂച്ച് ഇൻ ഗുജറാത്ത്. തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി പാതകൾ മധുരയെയും ഭറൂച്ചിനെയും സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. സിക്സ്ത് വൺ, വാരണാസി, സിറ്റി ഇൻ UP. യിലുള്ള മറ്റൊരു സിറ്റിയാണ് വാരണാസി. Well-known center for textile industry and become famous for gold, silk cloth and sandalwood workmanship. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തുണി വ്യവസായത്തിന്റെ നഗരം കൂടിയാണ് വാരണാസി. കൂടാതെ തന്നെ സ്വർണ്ണ പട്ടുവസ്ത്രങ്ങളുടെയും ചന്ദനത്തിന്റെയും പ്രമുഖമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് വാരണാസി എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ് ഹാഡ് എ ലിങ്ക് വിത്ത് തക്ഷശില ആൻഡ് ഭറൂച്ച്. ഭറൂച്ചും തക്ഷശിലയുമായിട്ടുള്ള ഒരു നല്ല ബന്ധവും ഈ വാരണാസിക്ക് ഉണ്ട്. സെവൻത് വൺ, മിഥില, സിറ്റി ഇൻ ബീഹാർ. ബീഹാറിലെ ഒരു സിറ്റിയാണ്. The traders in this city crossed the seas by boat through Bay of Bengal to South China. ചൈനയുമായിട്ട് വ്യാപാരം ചെയ്തിരുന്നത് മിഥിലയിൽ നിന്നാണ്. ബോട്ട് മാർഗമാണ് അവര് സഞ്ചരിച്ചിരുന്നത്. കൂടാതെ they established trading colonies in South China. തെക്കൻ ചൈനയിൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അവര് ബോട്ട് മാർഗം ബേ ഓഫ് ബംഗാൾ വഴിയാണ് സൗത്ത് ചൈനയിൽ എത്തിച്ചേർന്നിരുന്നത്. 9, ഉജ്ജയിൻ, സിറ്റി ഇൻ MP, മധ്യപ്രദേശ്. മധ്യപ്രദേശിലുള്ള ഒരു സിറ്റിയാണ് ഉജ്ജയിൻ. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ക്ലോത്ത്സ് വെർ എക്സ്പോർട്ടഡ് ടു ഡിഫറെന്റ് സെന്റേഴ്സ്. പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള, പ്രത്യേകിച്ചും മെസ്ലിൻ, മല്ലോ തുടങ്ങിയ വ്യത്യസ്ത തുണിത്തരങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് ഇവര് കയറ്റുമതി ചെയ്തിരുന്നു. It had a trade connection with Takshila and Peshawar. തക്ഷശിലയും പെഷ്വാറും ആയിട്ടുള്ള വ്യാപാര കേന്ദ്രങ്ങളുമായിട്ട് നല്ലൊരു വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാര മാർഗം അവർക്ക് ഉണ്ടായിരുന്നു. 9th one, സൂറത്ത്, സിറ്റി ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലുള്ള ഒരു സിറ്റിയാണ് സൂറത്ത്. ഇറ്റ് വാസ് എൻ എംപോറിയം ഓഫ് വെസ്റ്റേൺ ട്രേഡ് ഡ്യൂറിംഗ് മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിലെ ഒരു വാണിജ്യ നഗരമായി ഇത് അറിയപ്പെട്ടിരുന്നു. കൂടാതെ മുഗൾ കാലഘട്ടത്തിൽ തന്നെ സൂറത്തിൽ നിന്നും വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങൾ ലോകം മുഴുവൻ കയറ്റുമതി ചെയ്തിരുന്നു. They were also famous for gold bordered sarees. സ്വർണ്ണക്കരയുള്ള തുണിത്തരങ്ങളും ലോക കമ്പോളത്തില് വളരെയധികം സ്ഥാനം പിടിച്ചിരുന്നു. 10th, കാഞ്ചി, present day Kanchipuram in Tamil Nadu. Chinese came here to purchase pearls, glass and rare stones, and in return they sold gold and silk. ചൈനീസ് വ്യാപാരികൾ ഇന്ത്യയിൽ വ്യാപാരം ചെയ്യാനായിട്ട് കാഞ്ചിയിലേക്ക്, അതായത് ഇന്നത്തെ കാഞ്ചീപുരത്തിലേക്ക് വന്നിരുന്നു. തങ്ങളുടെ സ്വർണത്തിനും പട്ടിനും പകരം അവര് മുത്തുകളും രത്നക്കല്ലുകളും വാങ്ങാനാണ് അവരിവിടെ വന്നിരുന്നത്. 11th one, മധുര, സിറ്റി ഇൻ തമിഴ്നാടു. It was a capital city of Pandya dynasty who controlled the trade of pearl and fisheries of the Gulf of Mannar. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായിരുന്നു മധുര. ഗൾഫ് ഓഫ് മന്നാറിലെ പവിഴപ്പുറ്റുകളുടെ പൂർണ്ണ നിയന്ത്രണവും ഈ പാണ്ഡ്യന്മാർക്ക് ആയിരുന്നു. 12th one, Bhuj, present day Bharuch in Gujarat. It was a major trade center in western India. നർമ്മദാ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഭറൂച്ച് പശ്ചിമ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു. 13th one, Kaveri Pattanam. Present day Kaveri Pattanam in Tamil Nadu. It was a scientific in its construction as a city.
and provided loading, unloading and strong facility for merchandise. ശാസ്ത്രീയമായ നിർമ്മിതിയിലും രൂപകൽപ്പനയിലും പ്രസിദ്ധമായിട്ടുള്ള ഒരു സിറ്റിയായിരുന്നു കാവേരിപട്ടണം. കൂടാതെ തന്നെ അവിടെ ഭാരമുള്ള കച്ചവട സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നൂതനമായ കയറ്റിറക്ക് സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. It was also famous for perfumes. പെർഫ്യൂമിന് പേരുകേട്ടതായിരുന്നു. കോസ്മെറ്റിക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതുപോലെ തന്നെ സിൽക്ക്, പട്ട്, വൂൾ, കോട്ടൺ, കമ്പിളി, പരുത്തി തുടങ്ങിയ വസ്ത്രങ്ങൾക്കും എല്ലാത്തിനും ഫേമസ് പേരുകേട്ട ഒരു സ്ഥലമായിരുന്നു കാവേരി പട്ടണം. ലാസ്റ്റ് വൺ, 14th താമ്രലിപ്തി, സിറ്റി ഇൻ വെസ്റ്റ് ബംഗാൾ. കൊൽക്കത്തയിലുള്ള ഒരു സിറ്റിയാണ് താമ്രലിപ്തി. It was one of the greatest port connected both by sea and land. പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളുമായിട്ട് കരമാർഗവും കടൽ മാർഗവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തുറമുഖമാണ് താമ്രലിപ്തി. മേജർ ട്രേഡ് സെന്റേഴ്സ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മേജർ ട്രേഡ് സെന്റേഴ്സിനെ കുറിച്ചാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. പാടലിപുത്ര, പെഷ്വാർ, തക്ഷില, ഇന്ദ്രപ്രസ്ഥ, മധുര, വാരണാസി, മിഥില, ഉജ്ജയിൻ, സൂറത്ത്, കാഞ്ചി, മധുര, ബ്രോച്ച്, കാവേരിപട്ടണം, താമ്രലിപ്തി. ഇത്രയും ട്രേഡ് സെന്റേഴ്സിനെ കുറിച്ചും അവിടെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. Next, we are going to discuss about the major exports and imports. പ്രാചീന കാലത്ത് ഇന്ത്യയിൽ നിന്ന് അനവധി ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചിരുന്നു, ഇറക്കുമതിയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ നോക്കാം. സ്പൈസസ്, വീറ്റ്, ഷുഗർ, ഇൻഡിഗോ, ഒപ്പിയം, സീസൈം ഓയിൽ, കോട്ടൺ, പാരറ്റ്, ലിവ് അനിമൽസ് ആൻഡ് അനിമൽ പ്രൊഡക്ട്സ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഗോതമ്പ്, പഞ്ചസാര, നീലം, കറുപ്പ്, എള്ളെണ്ണ, പരുത്തി വസ്ത്രങ്ങള്, മൃഗങ്ങളുടെ രോമം, തുകല്, ആമയുടെ പുറന്തോട്, മുത്തുകൾ, ഇന്ദ്രനീലം, ക്രിസ്റ്റൽ, ചെമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളായിരുന്നു നമ്മുടെ പ്രധാന കയറ്റുമതിയിൽ ഉൾപ്പെട്ടിരുന്നത്. കൂടാതെ തന്നെ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു, ഇറക്കുമതി ചെയ്തിരുന്നു. നമ്മൾ പ്രധാനമായും ഇറക്കുമതി ചെയ്തിരുന്നത് ഹോഴ്സസ്, അനിമൽ പ്രൊഡക്ട്സ്, ചൈനീസ് സിൽക്സ്, ലിനൻ, വൈൻ, ഗോൾഡ്, സിൽവർ, കോപ്പർ എക്സെട്ര. നമ്മൾ പ്രധാനമായും ഇറക്കുമതി ചെയ്തിരുന്നത് കുതിരകള്, ചൈനീസ് പട്ട്, ലിനൻ, സ്വർണം, വെള്ളി, മരതകം, ഗ്ലാസ്, അതുപോലെ തന്നെ വീഞ്ഞ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പരിചയപ്പെട്ടത് മേജർ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സിനെ കുറിച്ചാണ്. പ്രധാന കയറ്റുമതി ഇനങ്ങളും പ്രധാന ഇറക്കുമതി ഇനങ്ങളെ കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. Let us come to the next topic related to the history of Indian economy. The position of Indian subcontinent in world economy from 1st AD to 1991. ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സ്ഥാനം. India in world economy. From 1st to 7th century, India was estimated to have the largest economy in the world. The country was often referred as Swarnabhumi and Swarnadeep by many writers and travelers like Megasthenes, Fahian, Huangshan because of its prosperity. 7ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പദ് വ്യവസ്ഥ തന്നെയായിരുന്നു ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ പുരാതന ഗ്രന്ഥകാരന്മാരും യാത്രികരും ഇന്ത്യയെ സ്വർണഭൂമി എന്നും സ്വർണദ്വീപ് എന്നും വിശേഷിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ അഭിവൃദ്ധി കൊണ്ട് തന്നെയാണ് ഈ വിശേഷണം ഉണ്ടായിട്ടുള്ളത്. During 18th century, the British Empire began to take roots in India. Thereby, the Indian economic condition was slowly changed from being an exporter of processed goods to the exporter of raw material and buyer of manufactured goods. തുടക്കത്തിൽ നമ്മുടെ വിഭവങ്ങൾ അപഹരിക്കാനാണ് ബ്രിട്ടീഷുകാർ വന്നതെങ്കിലും പിന്നീട് വ്യാപാരത്തിലും വാണിജ്യത്തിലും അവര് ആകൃഷ്ടരായി. 18th സെഞ്ചുറിയോടുകൂടി ബ്രിട്ടീഷിന്റെ ഒരു ഭരണം നമ്മുടെ ഇന്ത്യയിലും വന്നു തുടങ്ങി. Thereby, the Indian economic condition was slowly changed from being an exporter of processed goods to the exporter of raw material.
ഇന്ത്യയുടെ ആ ഒരു എക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി തുടങ്ങി. പ്രോസസ് എക്സ്പോർട്ടർ, വലിയ രീതിയിൽ കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനായിട്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. തുടർച്ചയായി ഇങ്ങനെ വന്നപ്പോൾ ഇന്ത്യ എക്സ്പോർട്ടർ എന്ന പൊസിഷനിൽ നിന്ന് ഒരു ഇമ്പോർട്ടറായി മാറിക്കഴിഞ്ഞിരുന്നു. India begins to re-industrialize. After independence, the process of rebuilding the Indian economy having started. As a part of this, the first 5-year plan was implemented in 1952. കേന്ദ്രീകൃതമായ ആസൂത്രണത്തിലൂടെ സ്വതന്ത്ര ഇന്ത്യ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കാനായിട്ട് തുടങ്ങി. പഞ്ചവത്സര പദ്ധതികൾ പുതിയ സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾക്ക് മതിയായ പ്രാധാന്യം നൽകി. Due importance was given to the establishment of modern industry, modern technological and scientific institute, space and nuclear programs. അതിന്റെ ഭാഗമായി തന്നെ പുതിയ പുതിയ ഇൻഡസ്ട്രികൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങി. മോഡേൺ ആയിട്ടുള്ള സാങ്കേതിക വിദ്യയ്ക്ക് പ്രാധാന്യം കൊടുത്തു. സയന്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നിലവിൽ വന്നു. സ്പേസ്, ന്യൂക്ലിയർ പ്രോഗ്രാമിന് കൂടുതലായിട്ടുള്ള ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. To overcome the problems of lack of capital, rise in population, huge expenditure on defense, inadequate infrastructure, India relied heavily on borrowings from foreign sources and finally agreed to economic liberalization in 1991. ആസൂത്രണം ചെയ്തതുപോലെയുള്ള ഒരു പുരോഗതി കൈവരിക്കാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞില്ല. വർദ്ധിച്ച ജനസംഖ്യ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, മൂലധനത്തിന്റെ അഭാവം, ഭീമമായ സുരക്ഷാ ചെലവുകൾ എന്നിവയാണ് അതിന്റെ പുരോഗതിയുടെ പാതയിൽ വിലങ്ങുതടിയായിട്ട് വന്നിട്ടുള്ളത്. അതിൽ നിന്നും കരകയറാനായിട്ട് ഇന്ത്യ ഫോറിൻ സോഴ്സസ് അല്ലെങ്കിൽ ഫോറിൻ ക്യാപിറ്റലിനെ ആശ്രയിച്ചു തുടങ്ങി. ഫോറിൻ സോഴ്സസിൽ നിന്ന് അവര് ബോറോയിങ്സ് കടമെടുത്തു തുടങ്ങി. ആൻഡ് ഫൈനലി ദേ അഗ്രീഡ് ടു ഇക്കണോമിക് ലിബറലൈസേഷൻ. തൽഫലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉദാരവൽക്കരണം നടത്താനായിട്ട് ഇന്ത്യ തീരുമാനിച്ചു. 1991 ലിബറലൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നു. The Indian economy is one of the fastest growing economies in world today. The recent initiatives of the government of India, such as Make in India, Skill India, Digital India, Foreign Trade Policy 2015-20, etc., is expected to help the Indian economy in terms of exports and imports and trade balance. 1991 ആയപ്പോഴേക്കും ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിലേക്ക് ഇന്ത്യ തിരിയുകയും അതുവഴി ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുകയും ചെയ്തു. അടുത്ത കാലത്തായി ഗവൺമെന്റ് മുൻകൈയെടുത്ത് നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഫോറിൻ ട്രേഡ് പോളിസി 2015-20 എന്നിവ. ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദ്രുതഗതിയിലേക്ക് വളർച്ചയിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Let us conclude. First, we look at the history of trade and commerce. പ്രാചീനകാലം മുതലേ കച്ചവടത്തിനും വ്യാപാരത്തിനും ഉള്ള ഒരു പങ്ക്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉള്ള ഒരു പങ്കിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദ ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റം. പരമ്പരാഗത ബാങ്കിങ് സംവിധാനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും അല്ലെങ്കിൽ പണമിടപാടിന്റെ കാര്യത്തിലും അതുണ്ടാക്കി കഴിഞ്ഞ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രമാണങ്ങള്, ഹുണ്ടിക ചുട്ടി പോലുള്ള പ്രമാണങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു, ഗതാഗത സംവിധാനങ്ങളെ കുറിച്ച്. അന്നത്തെ കാലത്ത് കരമാർഗവും ജലമാർഗവുമായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അത് കച്ചവടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. റൈസ് ഓഫ് ഇന്റർമീഡിയറീസ്, ഇടനിലക്കാരുടെ ഉദയം. വ്യാപാരത്തിന്റെ വളർച്ചയിലെ കമ്മീഷൻ ഏജന്റുമാര്, ബ്രോക്കർമാര്, വിതരണക്കാര് അവരുടെ ഇടനിലക്കാരായിട്ട് വഹിച്ചിട്ടുള്ള ഒരു മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ്, വ്യാപാര സമൂഹങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പലതരത്തിലുള്ള വ്യാപാര സമൂഹങ്ങൾ വടക്കേന്ത്യയിൽ നമ്മൾ പറഞ്ഞു. വടക്കേന്ത്യയില് ഗുജറാത്ത്, രാജസ്ഥാൻ, പശ്ചിമ ഇന്ത്യയില് അല്ലെങ്കിൽ തെക്കേന്ത്യയിലുള്ള പലതരത്തിലുള്ള ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ വ്യാപാര സമൂഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ദെൻ മെർച്ചന്റ് കോർപ്പറേഷൻസ്, വ്യാപാരി സംഘടനകള്, പലതരത്തിലുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് തന്നെ ഒരു സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്.
അവരുടെ സ്വയം നിയമങ്ങളും അല്ലെങ്കിൽ സ്വന്തം നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മേജർ ട്രേഡ് സെന്റേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. 14 മേജർ ട്രേഡ് സെന്റേഴ്സിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടും അതിന്റെ അതിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ മേജർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ മറ്റൊരു ഭാഗം പറഞ്ഞത് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സ്ഥാനത്തെ കുറിച്ചായിരുന്നു. അത് AD 1 മുതൽ 1991 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇന്ത്യൻ പുനർവ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ട്രേഡ് ആൻഡ് കോമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് നന്നായി വായിക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട് കാര്യങ്ങളെല്ലാം, നന്നായി വായിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഒരു നോട്ട് നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം ഇതിന്റെ ഒരു നോട്ട് എത്രയും വേഗം തയ്യാറാക്കുക. ഓക്കെ, താങ്ക് യു.